കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇന്നലെ ആരോഗ്യമന്ത്രിക്ക് നേരെയുണ്ടായ കരിങ്കൊടി പ്രതിഷേധവും അതേ തുടർന്നുണ്ടായ സംഘർഷവും മന്ത്രിക്ക് പരിക്കേറ്റു എന്ന ആരോപണവും അതേ തുടർന്നുള്ള ആരോപണ പ്രത്യാരോപണങ്ങളും തന്നെയാണല്ലോ ഇന്നത്തെ ചർച്ചാ വിഷയം. യഥാർത്ഥത്തിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ സംഭവിച്ചത് എന്താണ്? മന്ത്രിക്ക് മർദ്ദനമേറ്റു. ഇക്കാര്യത്തിൽ ആധികാരികമായി ഒരു വിലയിരുത്തലിൽ എത്തുക അസാധ്യമാണ്. ലഭ്യമായ വിവരങ്ങളും വീഡിയോകളും വെച്ചുള്ള ഒരു അവലോകനം മാത്രമാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതുവരെ പുറത്തു വന്ന വീഡിയോകളിൽ ഒന്നും മന്ത്രി നേരിട്ട് ആക്രമിക്കപ്പെടുന്നതായി കാണുന്നില്ല. പക്ഷേ അതുകൊണ്ട് മാത്രം മന്ത്രിക്ക് പരിക്കേറ്റിട്ടില്ല എന്ന് ആധികാരികമായി പറയാനും വയ്യ. കഴുത്തിന് ഉളുക്കോ ചതവോ സംഭവിച്ചത് ഒരുപക്ഷെ കയ്യേറ്റത്തിലായിരിക്കാനും വഴിയില്ല. മന്ത്രി പ്രതിഷേധക്കാരോട് തട്ടിക്കയറുന്ന രംഗങ്ങളുണ്ട് വീഡിയോയിൽ. പെട്ടെന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ കഴുത്ത് തിരിച്ച് സംസാരിക്കുന്ന വേളയിലും ഒരുപക്ഷെ ഉളുക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് മെഡിക്കൽ രംഗത്തെ ചില വിദഗ്ധർ പറഞ്ഞിട്ടുണ്ട്. ഇതും നമ്മൾ ആധികാരികമായി പറയുന്നില്ല. അതെല്ലാം വൈദ്യശാസ്ത്ര സംബന്ധമായ വിദഗ്ധരുടെ ഭാഗമാണ്. അത് നമ്മൾ സ്പർശിക്കുന്നേയില്ല. ഇപ്പോൾ പുറത്തു വന്ന വീഡിയോയുടെ അടിസ്ഥാനത്തിലാണ് ഒരു വിലയിരുത്തലിന് നമ്മൾ ഒരുങ്ങുന്നത്. പക്ഷേ അപ്പോഴും ഒരു കാര്യം പറയുന്നു, ഏത് മന്ത്രിയായാലും ഇത്തരം അക്രമ പ്രതിഷേധങ്ങൾ ഒരിക്കലും ഉചിതമല്ല. പ്രത്യേകിച്ച് ഒരു വനിതാ മന്ത്രിക്ക് നേരെ. ആ പ്രതിഷേധ സ്ഥലത്ത് ഒരുപക്ഷെ മന്ത്രിക്ക് മറ്റെന്തെങ്കിലും സംഭവിച്ചിരുന്നു എങ്കിൽ എന്തായിരിക്കും അതിൻ്റെ പ്രത്യാഘാതം? എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്വം ആ പ്രതിഷേധക്കാർക്ക് മാത്രമായി പോകും. അപ്പോൾ മന്ത്രി നടത്തിയത് അഭിനയമാണ് എന്നൊക്കെ പറയാമെങ്കിലും ഇത്തരം പ്രതിഷേധം ഒരിക്കലും ന്യായീകരിക്കാനാകാത്തതാണ് എന്ന കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് വരാം. ആരോഗ്യമന്ത്രി വീണ ജോർജ് KSUക്കാരാൽ ആക്രമിക്കപ്പെട്ടുവെന്നും കഴുത്തിന് പരിക്കേറ്റു എന്നുമാണ് CPMന്റെ വാദം. ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഏറ്റവും അവസാനം CPM നേതൃത്വം പുറത്തുവിടുകയും ചെയ്തു. പക്ഷേ വേലിയിലിരുന്ന പാമ്പിനെ എടുത്ത് തോളത്തിട്ടതുപോലെ ആ വീഡിയോ CPMനെ തന്നെ തിരിഞ്ഞുകുത്തിയിരിക്കുകയാണ്. കറുത്ത തുണി കൊണ്ട് KSU പ്രവർത്തകർ മന്ത്രിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ഇതാ എന്ന് പറഞ്ഞ് ഇടത് സൈബർ പേജുകളിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വീഡിയോ ഏറ്റെടുത്ത് പ്രചരിപ്പിച്ചതാണ് CPM നേതൃത്വത്തിനാകെ തന്നെ ബാധ്യതയായിരിക്കുന്നത്. മന്ത്രിക്ക് നേരെ പ്രതിഷേധം വരുമ്പോൾ പോലീസുകാർ വളഞ്ഞ് സംരക്ഷണം ഒരുക്കുന്നതും അതിനിടയിൽ മന്ത്രിയുടെ അടുത്തായി ഒരു കറുത്ത തുണിയും കാണുന്നുണ്ട്. ഇത് KSU പ്രവർത്തകർ കരിങ്കൊടിയുമായി എത്തുന്നതാണ് എന്നാണ് ഇടത് സൈബർ ഹാൻഡിലുകളും CPM നേതാക്കളും പ്രചരിപ്പിച്ചത്. പക്ഷേ CPMന്റെ ആ വാദവും മണിക്കൂറുകൾക്കുള്ളിൽ പൊളിഞ്ഞു വീണു. CPM പ്രചരിപ്പിക്കുന്ന വീഡിയോയിലുള്ളത് കറുത്ത കൊടിയല്ല എന്നും അത് മന്ത്രിയുടെ തന്നെ ഗൺമാന്റെ വസ്ത്രമാണ് എന്നുമാണ് KSU ഉന്നയിക്കുന്ന വാദം. അങ്ങനെ CPM സൈബർ പോരാളികൾ സ്ലോ മോഷനിൽ പ്രചരിപ്പിച്ച വീഡിയോയുടെ യഥാർത്ഥ ആയുസ് ഉണ്ടായത് മണിക്കൂറുകൾ മാത്രം. സൈബർ പോരാളികളുടെ എഡിറ്റിംഗ് CPMന് ബാധ്യതയാകുകയും ചെയ്തു. KSU പ്രവർത്തകൻ പിന്നിലൂടെ വന്ന് ആക്രമിച്ചുവെന്ന ക്യാപ്സൂൾ പൊളിക്കാൻ കോൺഗ്രസിന് വേണ്ടി വന്നത് മണിക്കൂറുകൾ മാത്രം. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജനായിരുന്നു ഈ എഡിറ്റഡ് വീഡിയോയുടെ പ്രചാരകൻ. കറുത്ത വസ്ത്രമണിഞ്ഞത് ഗൺമാനാണ് എന്ന് സ്ഥാപിക്കാൻ ഗൺമാന്റെ കഴുത്തിലെ ബാഗും തെളിവാണ്. കാരണം മന്ത്രി കാറിൽ നിന്നിറങ്ങി റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുന്നത് മുതൽ ഈ ബാഗുമായി ഗൺമാനും മന്ത്രിക്കൊപ്പമുണ്ട് എന്ന് മറ്റ് വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ വ്യക്തമാണ്. മന്ത്രിയെ ആക്രമിച്ചിട്ടില്ല എന്നും കരിങ്കൊടി കാണിക്കുക മാത്രമാണ് ചെയ്തത് എന്നുമാണ് KSUവിന്റെ വാദം. മന്ത്രിയുടെ അടുത്തുപോലും എത്തിയിട്ടില്ല എന്നും KSU പ്രവർത്തകർ വാദിക്കുന്നുണ്ട്. ഇതിന് തെളിവായി KSUവും തങ്ങളുടെ ഭാഗം ന്യായീകരിക്കുന്ന വീഡിയോ പങ്കുവച്ചിരുന്നു. ഈ വീഡിയോയിലും മന്ത്രിയുടെ അടുത്ത് KSU പ്രവർത്തകർ ചെല്ലുന്നതായി കാണുന്നില്ല. മുദ്രാവാക്യം വിളിച്ച് പ്രവർത്തകർ വരുന്നതും പോലീസുകാർ മന്ത്രിയെ വളഞ്ഞ് സംരക്ഷിക്കുന്നതും മറ്റ് പോലീസുകാർ പ്രതിഷേധക്കാരെ പിടിച്ചു മാറ്റുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത്. മന്ത്രിയുടെ അടുത്ത് പോലും KSUക്കാർ എത്തിയില്ല എന്നാണ് ഈ വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത്. ഇതോടെ റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ പോലീസ് തീരുമാനിച്ചിരുന്നു. ഇതനുസരിച്ച് ഇന്നലത്തെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചുവെങ്കിലും ആ ദൃശ്യങ്ങളിൽ എവിടെയും മന്ത്രി ആക്രമിക്കപ്പെടുന്ന ദൃശ്യങ്ങൾ കണ്ടെത്താൻ കേരള പോലീസിന് കഴിഞ്ഞില്ല. കരിങ്കൊടി കാണിക്കുന്നതിന്റെ മറവിൽ KSU പ്രവർത്തകർ ശാരീരികമായി ആക്രമിച്ചുവെന്ന ആരോപണത്തിൽ മന്ത്രിയും CPMും ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. അക്രമം നടന്നു എന്ന കാര്യം നിലവിലെ ദൃശ്യങ്ങളിൽ നിന്ന് ഇതുവരെ സ്ഥിരീകരിക്കാൻ പോലീസിന് സാധിച്ചിട്ടുമില്ല. ഇക്കാര്യത്തിൽ ഇനിയും കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അതേസമയം മന്ത്രിയുടെയും CPMന്റെയും വാദം പൊള്ളയാണ് എന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം. മന്ത്രിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടാൽ 1 പവൻ സ്വർണം സമ്മാനമായി നൽകുമെന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രഖ്യാപനം ആ ആത്മവിശ്വാസത്തിൽ നിന്നുള്ളതാണ്. റെയിൽവേ സ്റ്റേഷനിൽ നടന്നത് എന്തു തന്നെയായാലും അവിടെ മന്ത്രിക്കെതിരെ കയ്യേറ്റം നടന്നിട്ടുണ്ട് എങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം പ്രതിഷേധക്കാർക്കാണ്.
ഔദ്യോഗിക പദവിയിലിരിക്കുന്ന ഒരു മന്ത്രിയെ കയ്യേറ്റം ചെയ്യുന്ന രീതിയിൽ പ്രതിഷേധിക്കുക എന്നത് തീർത്തും അനുചിതമായ ഒരു കാര്യമാണ്. ഇതാണ് CPM ആവർത്തിച്ച് പറയുന്നതും. പക്ഷേ ധാർമ്മികതയുടെയും ഔചിത്യത്തിൻ്റെയും വലിയ പ്രഭാഷണം നിർവഹിക്കുന്ന CPM-ഉം പോഷക സംഘടനകളും മറന്നു പോകരുതാത്ത ചില കാര്യങ്ങളുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾ നടത്തിയ ചില പ്രതിഷേധ സമരങ്ങൾ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ് എന്നും നീചമാണ് എന്നും ഒക്കെ CPM ഘോരഘോരം പ്രസംഗിക്കുമ്പോൾ ചില ഓർമ്മപ്പെടുത്തലുകൾ നല്ലത് തന്നെയാണ്. വർഷം കുറച്ച് പുറകോട്ട് പോകണം. 2002 അതായത് 24 വർഷങ്ങൾക്ക് മുൻപ് അന്ന് AK ആന്റണി മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന KV തോമസിനെ SFI നേരിട്ട രീതി. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തിയ മന്ത്രിയെ SFIക്കാർ കരിയോയിൽ നിറച്ച കുപ്പിയെറിഞ്ഞാണ് സ്വീകരിച്ചത്. കരിയോയിൽ ഷർട്ടിലായി. പിന്നാലെ സംഘർഷം, ലാത്തിചാർജ്. ഒടുവിൽ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കിയ ശേഷം മന്ത്രി പുതിയ കുപ്പായമണിഞ്ഞ് പുറത്തേക്ക് പോയി. ആ KV തോമസ് ഇന്ന് CPM പാളയത്തിലെത്തിയെന്നത് കാലത്തിന്റെ കാവ്യനീതി. കാലം കടന്നുപോയി. വർഷം 2013. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി. സംഭവം നടന്നത് ഇതേ കണ്ണൂരിൽ. പ്രതിഷേധത്തിനിടെ എത്തിയ കല്ല് മുഖ്യമന്ത്രിയുടെ കാറിന്റെ ചില്ല് തകർത്തു. മുഖ്യമന്ത്രിയുടെ നെറ്റിയിൽ മുറിവുണ്ടായി. അതേക്കുറിച്ച് അന്ന് പാർട്ടി സെക്രട്ടറിയും ഇപ്പോൾ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ പറഞ്ഞത്, ഉമ്മൻചാണ്ടിക്ക് തൊലിക്കട്ടി കൂടുതലാണ് എന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ നെഞ്ചിൽ ഇത്ര വലിയ ലോഹക്കൂട് ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. പഴയതൊന്നും മറന്നു പോകരുതെന്ന് CPM-നെ ഓർമ്മിപ്പിക്കാൻ മാത്രമാണ് ഇക്കാര്യം പറഞ്ഞത്. ഇനി വീണ ജോർജിലേക്ക് വരാം. മന്ത്രി ആക്രമിക്കപ്പെട്ടുവെന്ന ആരോപണത്തിൽ സ്പീക്കർ AN ഷംസീറിനെതിരെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പരാതി നൽകിയിട്ടുണ്ട്. വീണ ജോർജിനെ ആക്രമിച്ചുവെന്ന് വ്യാജ പ്രചാരണം നടത്തിയെന്ന് ആരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിൽ പരാതി നൽകിയത്. അതേസമയം ശരീരവേദന തുടരുന്നതിനാൽ മന്ത്രി വീണ ജോർജ് ഇന്നും ആശുപത്രി വിടില്ല. വേദനയുള്ളതിനാൽ മന്ത്രിക്ക് യാത്ര ചെയ്യാനാകില്ല എന്ന് മെഡിക്കൽ ബോർഡ് വിലയിരുത്തിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഇന്നലെ തന്നെ മന്ത്രിയെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു. പരിയാരത്ത് ICUവിൽ തുടരുകയാണ് മന്ത്രി. മന്ത്രിയുടെ കഴുത്തിന് വേദനയുണ്ട് എന്നും നരമ്പിന് ക്ഷതം ഏറ്റിട്ടുണ്ട് എന്നും നീർവീക്കം ഉണ്ട് എന്നുമാണ് മെഡിക്കൽ ബോർഡിന്റെ വിലയിരുത്തൽ. അതേസമയം മന്ത്രിയുടെ ഡിസ്കിനും വേദനയുണ്ട് എന്നും ഇത് നേരത്തെ ഉള്ളതാണ് എന്നുമാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്.